ഫുട്ബോൾ പ്രേമി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ISL കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം, വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി ഞാൻ പറയാൻ പോകുന്നത് ബാംഗ്ലൂർ FCയും ഹൈദരാബാദ് FCയും തമ്മിലുണ്ടായിരുന്ന പ്രീ സീസൺ മത്സരത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് സൂചിപ്പിക്കാൻ പോകുന്നത്. ഇരു ടീമുകൾക്കും സമനിലയായിരുന്നു വഴങ്ങിയിരുന്നത്. 1-1 എന്ന സ്കോർ ബോർഡായിരുന്നു ഇരു ടീമുകൾക്കും ഉണ്ടായിരുന്നത്. ബാംഗ്ലൂർ FCയുടെ താരമായിരുന്ന മുയറാങ്ങാണ് ആദ്യ ഗോൾ നേടിയിരുന്നത്. ബാംഗ്ലൂർ FCക്ക് മുന്നിലെത്താൻ മറ്റൊരു ചാൻസും ലഭിച്ചിരുന്നു. ക്യാപ്റ്റൻ സുനിൽ ഛത്രിയായിരുന്നു പെനാൽറ്റി എടുത്തിരുന്നത്. പക്ഷേ അത് പാഴാക്കുകയും ചെയ്തു. നിർഭാഗ്യവശാൽ അത് ഗോൾ വലയെത്തിക്കാൻ സാധിച്ചിരുന്നില്ല. 1-0 എന്ന സ്കോർ ബോർഡിലാണ് ഫസ്റ്റ് ഹാഫ് അവസാനിച്ചത്. സെക്കൻഡ് ഹാഫിൽ ഹൈദരാബാദിനൊരു പെനാൽറ്റി കിട്ടി. ഹൈദരാബാദിൻ്റെ താരമായ അരിഡാനി സന്ധ്യാനെയാണ് പെനാൽറ്റി എടുത്തിരുന്നത്. കൃത്യമായി ഗോൾ എത്തിക്കുകയും ചെയ്തു. അതോടുകൂടെ 1-1 എന്ന നിലയിൽ കളി അവസാനിച്ചു. ഇനി ഞാൻ പറയാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോൺസർഷിപ്പിനെ കുറിച്ചാണ്. ബ്ലാസ്റ്റേഴ്സ് അവരുടെ ടൈറ്റിൽ സ്പോൺസറെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഓൺലൈൻ ആപ്പായിട്ടുള്ള ബൈജൂസാണ് സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. ISL ടീമുകളെ വെച്ച് നോക്കുമ്പോൾ മികച്ച ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണ്. കഴിഞ്ഞ സീസണിലെ ടൈറ്റിൽ സ്പോൺസർഷിപ്പ് മുത്തൂറ്റ് ഫിനാൻസ് ആയിരുന്നു. ഇതോടെ അതിന് മാറ്റം വരികയാണ്. ജേഴ്സിയിൽ ചില മാറ്റങ്ങളുണ്ടാകും. ജേഴ്സിയുടെ ഫ്രണ്ടിൽ മുത്തൂറ്റ് ഫിനാൻസ് മാറ്റി ബൈജൂസ് എന്നാക്കും. 5 വർഷത്തെ കരാറിലാണ് ഏകദേശം ഒപ്പിട്ടിരിക്കുന്നത്. ഇത്രയും വലിയൊരു സ്പോൺസർഷിപ്പ് കിട്ടിയതിന് കേരള ബ്ലാസ്റ്റേഴ്സിന് വളരെയേറെ അഭിമാനം തന്നെയാണ്. ആരാധകരുടെ ഇടയിൽ വലിയൊരു സന്തോഷം തന്നെയാണ് ഇത് ചെലുത്തുന്നത്. ഇതിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഏകദേശം 50 കോടിയുടെ ലാഭമാണ് കയ്യിൽ വന്നിരിക്കുന്നത്. ഇത്രയും പറഞ്ഞ് വീഡിയോ നിർത്തുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.